ചേച്ചി അഭിനയിച്ച ഫസ്റ്റ് ഫിലിം അല്ലേ, അതിനകത്ത് ശരിക്കും ദ റിയൽ ആർട്ടിസ്റ്റ് മുരളിച്ചേട്ടനെ റിയൽ കോൺട്രിബ്യൂട്ടഡ് ടു സിനിമ വിപിൻ സാർ എന്ന് കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആണോ എന്ന് ഡയറക്ടർ സാർ ചോദിച്ചത് വിപിൻ സാറിൻ്റെ അടുത്തല്ലേ? അതെ. അപ്പോൾ ഞാൻ സത്യം അത് ഗോപി ചേട്ടനാണ് ഇതൊക്കെയാണോ? ഞാൻ പറഞ്ഞു ഇയാൾ ആരാ ഞാൻ പറഞ്ഞു ഇയാൾ ഭയങ്കര കുഴപ്പക്കാരനാണ്, ഇയാൾ മലയാള സിനിമയിൽ കുഴപ്പമുണ്ടാക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറഞ്ഞാണ്. അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന എത്ര പേര് ജീവനോടെ ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ, കാരണം ക്യാമറ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു ആക്ടറുടെ ഒരു എനർജി നമുക്ക് മനസ്സിലാവും. ഇത് ഒരു ഷോട്ടിൽ അഭിനയിച്ചാൽ മതി ഒരു നടൻ, ഒരു ഷോട്ടിൽ. ആ ഷോട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾ സൂക്ഷിക്കേണ്ട മനുഷ്യനാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നടിക്കും തോന്നും, അത് നടിക്കും തോന്നും, എന്തോന്ന് അങ്ങനെ നടിയിലും തോന്നും. അവിടെ നടിയിലും തോന്നും. ആ അഭിപ്രായം ഒന്ന് ചോദിക്കട്ടെ. അപ്പൊ മുരളിച്ചേട്ടനെ കോൺട്രിബ്യൂട്ട് ചെയ്തു. ഈ അഭിപ്രായം ഒന്ന് പറഞ്ഞു തരണേ. ഇപ്പല്ല, ഞാൻ എന്തായാലും ഇത് പാഴായി പോയി. ഇത് അഭിനയിച്ചിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ അടുത്ത് പറഞ്ഞ് അവസാനം കല്യാണത്തിന് സമ്മതിച്ചപ്പം 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്ന്, അഭിനയിക്കാൻ പാടില്ല, ജോലിക്കും പോകാൻ പാടില്ല. ഇത് 2 ഞാൻ ഇന്നേ വരെ ചെയ്തു. എന്തൊരു അബദ്ധമല്ലേ ഞാൻ ചെയ്തത്. ചേച്ചിയെ കിട്ടിയതിന് ശരിക്കും ഒരു ഭാഗ്യം വേണം. പക്ഷെ അതല്ല, ഒരു ഡാൻസ് നിർത്തരുതെന്ന് പറഞ്ഞു. പക്ഷെ അത് ഞാൻ നിർത്തി. ഞാൻ മൊത്തത്തിൽ ഡാൻസ് ചേച്ചി ചെയ്യുന്നുണ്ട്. അത് കളയണ്ട ചേച്ചി. കറക്റ്റ്. ഞാൻ കുറെ നേരമായിട്ട് വർത്താനത്തിനല്ല, സാറാണെങ്കിൽ അവസരം മൂടി വെച്ച എന്റെ ഭക്ഷണം ഞാൻ ഇനി വിളമ്പി വെച്ച് ബാക്കി വിശേഷിച്ചേക്കട്ടെ. ബാക്കി വിശേഷം ഇത് വിളമ്പിയ പിന്നെ ഒന്നും വിശേഷമില്ല. എന്നാലും ഇച്ചിരി വിശേഷം വെള്ളം കുടിക്കാൻ എന്നാ പിന്നെ ഇന്ന് നമുക്ക് തെളിയിച്ചേച്ചോണ്ട് ഇത് കഴിച്ചേച്ച് എനർജി ആവോ, വെള്ളം കുടിച്ചേച്ച് ഇങ്ങോട്ട് വീഴുവോ നോക്കാലോ. മനപ്പൂർവ്വം വീഴല്, അത് ഞാൻ പറഞ്ഞേക്കാം. അല്ല, അത് വാനിയല്ലേ ഉണ്ടാക്കുന്നത്. വിചാരിച്ച മാതിരി കേട്ടോ. പോകാൻ പോകുന്നുണ്ടോ? അല്ല, ഇത് ഇഷ്ടമാണ്, പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ വീട്ടിലുണ്ടാക്കണ റൈത്ത എപ്പോഴും ഉണ്ടാക്കി. ഇവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടം. സാലഡ് ഒരു മെയിൻ കോഴ്സ് ആണോ ചേച്ചി വീട്ടിനകത്ത്? എപ്പോഴും നമ്മൾ സ്ഥിരം സാലഡ് കഴിക്കും ഉച്ചയ്ക്ക് ചോറിന്റെ കൂട്ടത്തിൽ. അല്ല, തൈര് ഇട്ടിട്ടും അല്ലാതെ ഉണ്ടാവും. അല്ലാതെയും ഉണ്ടാക്കും. നാടൻ ഭക്ഷണമാണോ ചേച്ചി എപ്പോഴും ഉണ്ടാക്കുക, അതോ ഇറ്റാലിയനും കോണ്ടിനെന്റലും ഒക്കെ ട്രൈ ചെയ്യോ? ആരെങ്കിലും വരുമ്പോ അവരുടെ മേലെ. അതല്ല, അത് അങ്ങനെ ഉണ്ടാക്കുമ്പോ ആദ്യം ഇവിടെ കൊടുത്തിട്ട് ചുമ്മാ അങ്ങ് കാച്ചേക്കുക. എത്രയൊക്കെ ആയാലും ഹസ്ബൻഡ് പറയുന്നതാ കറക്റ്റ് അഭിപ്രായം അല്ലേ ചേച്ചി? ഭയങ്കര അഭിപ്രായമാണ് ഫുഡ്. കണ്ടോ, മോളിപ്പോ ഡയറ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കൂടുതൽ സംഭവം. പക്ഷെ ചേച്ചി നല്ല വർക്ക്ഔട്ട് ചെയ്യും, നല്ല അസൽ ബാഡ്മിന്റൺ പ്ലെയർ ആണ്. അതോടെ മാത്രമല്ല എന്നാ ഡാൻസ് ആണ്. ഞാൻ അറിയുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയില്. ഫീലിംഗ് പ്രൗഡ് കേട്ടോ ചേച്ചി. ബീയിങ് എ വിമൻ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ചേച്ചി ഇങ്ങനെ 25 വർഷത്തിന് ശേഷം ഞാൻ ഗുരുവായൂർ മോഹിനിയാട്ടം ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വൈലോപ്പള്ളി ചെയ്തു. ഇപ്പോൾ ക്ലബ്ബിൽ ഭരതനാട്യം 40 വർഷത്തിന് ശേഷം ഞാൻ അരങ്ങേറ്റത്തിന് കലാമണ്ഡലത്തിൽ കളിച്ച ഐറ്റം അവിടെ കളിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ, അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് മനസ്സിലായില്ലേ?